ഡെയിലി വരിക, കൺസിസ്റ്റന്റ് ആയിരിക്കുക. ലൈക്ക് നമുക്ക് ഈ ഒരു ഗോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്തായാലും നമ്മളിത് ക്രാക്ക് ചെയ്യും എന്നുള്ള ഡിറ്റർമിനേഷനിൽ നിൽക്കുക, കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റില്ല, ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടണം, സെക്കൻഡ് അറ്റംപ്റ്റ് കിട്ടണം എന്നൊന്നുമില്ല. നമുക്കത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഗോൾ ഉണ്ട്, ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കതിനു വേണ്ടി ശ്രമിക്കുക, എഫേർട്ട് ഇടുക, മാക്സിമം എഫേർട്ട് ഇടുക, നമ്മുടെ ഫുൾ മാക്സിമം കൊടുക്കുക എന്നുള്ളത് അതല്ലേ. അതെ, എക്സാമിന്റെ റിസൾട്ട് വന്ന മാർച്ച് 12-നായിരുന്നു. ആറ്റാൽ പൊങ്കാലയുടെ തലേ ദിവസമായിരുന്നു. അന്നപ്പോ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആറ്റാൽ അമ്പലത്തിലൊക്കെ കാണാനൊക്കെ പോയി തിരിച്ചു വന്നിട്ട് എന്റെ ഫ്രണ്ട് ഇതുപോലെ മേഘ, എന്റെ ഒരു നല്ലൊരു ഫ്രണ്ടാ, പുള്ളിക്കാരി വിളിച്ചിട്ട് എന്നെ വിളിച്ച് അച്ഛന്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അവളാണ് എന്റെ റിസൾട്ട് കണ്ടത്, സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അപ്പൊ അമ്മ അച്ഛനെയൊക്കെ വിളിച്ച് പറഞ്ഞു. അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നി. കാരണം ഞാൻ MTS ഒരു മോക്ക് കൂടി എടുത്തില്ലായിരുന്നു. ഞാൻ CGL എന്നുള്ള രീതി നിൽക്കുന്നതുകൊണ്ട് MTS അത്ര ഫോക്കസ് കൊടുത്തില്ലായിരുന്നു. പക്ഷെ എന്റെ ഫ്രണ്ട് വന്ന് വിളിച്ച ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. CGL കിട്ടാൻ ഞാൻ ഭയങ്കര ഡെസ്പായിട്ട് ഇരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. കാരണം ഇനിയും ഞാൻ ലൈക്ക് ഒരു വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. 1 മാർക്ക് വ്യത്യാസത്തിലായിരുന്നു പ്രിലിംസ് ക്ലിയർ ആവാഞ്ഞത്. അപ്പൊ അതിന്റെയൊക്കെ വിഷമത്തിരുന്നപ്പം ഇങ്ങനെ ഒരു റിസൾട്ട് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും ഒരു ഗോഡ് ബ്ലെസ്സിങ് പോലെ ഒരു തോന്നിയ ഫീലിംഗ് ആയിരുന്നു. വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമായി. ഹായ് ഓൾ, എൻ്റെ പേര് സ്നേഹ. അപ്പം നമ്മൾ ഇന്ന് നമ്മളുടെ ഈ വീഡിയോയിലൂടെ മറ്റൊരു സക്സസ് സ്റ്റോറിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ വെറാൻഡ റൈസ് ട്രിവാൻഡ്രം ബ്രാഞ്ചിന്റെ സ്റ്റുഡൻ്റ് ആയ അഖിലയുടെ സക്സസ് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം അഖില കഴിഞ്ഞ എക്സാം SSC MTS 2024 ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ESIC ഡിപ്പാർട്ട്മെന്റിലെ MTS ആയിട്ടാണ് ജോബ് ക്രാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അഖിലയുടെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ അഖില, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അഖിലയുടെ ബേസിക്, എവിടെ നിന്നാണ് വരുന്നത്, പാരന്റ്സിനെ പറ്റിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. എൻ്റെ പേര് അഖില. എൻ്റെ വീട് പന്തളത്താണ്, പത്തനംതിട്ട ജില്ലയിൽ. ഞാൻ പഠിച്ചത് BSc മാത്തമാറ്റിക്സ് ആണ്, കാതോലിക്കറ്റ് കോളേജ് പത്തനംതിട്ടയിൽ. എൻ്റെ അമ്മയുടെ പേര് ബിന്ദു, UPSC ടീച്ചറാണ് പുഴിക്കാട്ട് സ്കൂളിൽ, അടുത്തുള്ള സ്കൂളിൽ തന്നെ. അച്ഛൻ BSF വർക്ക് ചെയ്യുവാണ്. പിന്നെ അനിയനുണ്ട്, അവൻ CET-യിലാണ് പഠിക്കുന്നത്, ട്രിവാൻഡ്രത്ത് ഗവൺമെന്റ് കോളേജിൽ. ഓക്കെ, അപ്പം അഖില BSc ആണ്, മാത്തമാറ്റിക്സ് ആയിരുന്നു മേജർ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരുന്നത്. അപ്പം ഈ ഒരു എക്സാമിനെ പറ്റി അഖില ആദ്യമായിട്ട് എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ അറിയുന്നത് ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ സീനിയേഴ്സ് ഇതുപോലെ എക്സാമിന് അയക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇങ്ങനെ SSC എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, PSC പോലെ തന്നെ. അന്ന് അപ്ലൈ ചെയ്ത് ആദ്യമായിട്ട് CHS-ലാണ് ആ സമയത്ത് എഴുതാൻ പറ്റുന്നത്. ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയം തന്നെയായിരുന്നു. അപ്ലൈ ചെയ്ത് അതിന്റെ റിസൾട്ട് വന്നപ്പോഴും അത്യാവശ്യം ലൈക്ക് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ടാണ് പോയിരുന്നത് എഴുതിയത്. സ്റ്റിൽ ഒരു അത്യാവശ്യം നല്ല സ്കോർ വാങ്ങിക്കാൻ പറ്റിയപ്പോൾ ഓക്കെ, ഇത് ഒരു നല്ല കരിയർ ഓപ്ഷൻ ആണ് എന്ന് മനസ്സിലായത്. അപ്പം ഡിഗ്രി കഴിഞ്ഞാൽ ഇതിന്റെ കോച്ചിങ്ങിന് പോകാം എന്നൊരു പ്ലാൻ വെച്ച് പ്ലാൻ ചെയ്ത് വേറെ ഒരു സ്ട്രീം നോക്കാതെ SSC ആണ് എന്റെ വഴി എന്ന് ഡിസൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു അല്ലേ? അപ്പൊ അഖില ആദ്യത്തെ എക്സാം ഏത് എക്സാം എഴുതിയ CHS അല്ലേ? അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. ആദ്യം അറ്റൻഡ് ചെയ്തപ്പോ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആദ്യം അറ്റംപ്റ്റ് ചെയ്തപ്പം ഞാൻ ഓൾറെഡി BSc മാത്സ് ആയതുകൊണ്ട് മാത്സ് എന്നെ കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. GK എന്തായാലും ഈ 1 മാസത്തെ സമയമായിരുന്നു ഉണ്ടായിരുന്നു അപ്പം പഠിക്കാൻ. 1 മാസം കൊണ്ട് പഠിക്കാൻ പറ്റില്ലെന്നറിയാം. പിന്നെ ഇംഗ്ലീഷ് ഞാൻ അത്യാവശ്യം എനിക്ക് ഓൾറെഡി ബേസ് ഉണ്ടായിരുന്നു. CBSE സ്കൂളിലാണ് ഞാൻ പഠിച്ച, അമൃത വിദ്യാലയത്തിൽ. അപ്പം ഇംഗ്ലീഷ് നോക്കിയില്ല, റീസണിങ് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് പോയത്. സ്റ്റിൽ റീസണിങ്ങിന് എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പറഞ്ഞ പോലെ നല്ലതായിരുന്നു. മാത്സ് ഞാൻ വിചാരിച്ച മാത്സ് അല്ല എന്ന് മനസ്സിലായി അവിടെ ചെന്നപ്പോൾ. ആ ഒരു ടൈം ലിമിറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു അന്ന്. അത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ്. അതെ, ഒരു കോച്ചിങ് അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്ത് നമുക്കൊരു സപ്പോർട്ടായി. അതെ, ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇനിഷ്യൽ ടൈമില് ഇതിന്റെ പ്രിപ്പറേഷന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് എല്ലാവർക്കും, ഒരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും. ഇതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് എവിടുന്ന് ഞാൻ തുടങ്ങണം? അപ്പൊ അതിനൊരു ആ ഒരു കൺഫ്യൂഷൻ എങ്ങനെയാ ഇല്ലാതാക്കിയത്? ഞാൻ SSC-നെ പറ്റി യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്തു, കുറെ വീഡിയോസ് കണ്ടു, ഏത് കോച്ചിങ് സെന്റർ വേണം എന്ന്. പത്തനംതിട്ട ജില്ല ആയതുകൊണ്ട് അവിടെ SSC-ക്കൊന്നും കോച്ചിങ്ങിനുള്ള അത്ര സെന്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്തായാലും ട്രിവാൻഡ്രത്തോട്ട് വല്ലതും മാറണം എന്നറിയായിരുന്നു. അപ്പൊ പല അക്കാഡമി സെർച്ച് ചെയ്തു. അപ്പോഴാണ് ഇവിടെ റേസിനെ പറ്റി അറിഞ്ഞതും ഇവിടെ ലാബ് ആൻഡ് ലൈബ്രറി ഫെസിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം അത് ഒരു നല്ലൊരു പോയിന്റ് ആയിട്ട് കണ്ട് ഇവിടെ ചൂസ് ചെയ്യാന്ന് വെച്ചതൊക്കെ. അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. അപ്പം ഇവിടെ ഒരു മെന്റർഷിപ്പ്, ബേസിക് ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലേ? പിന്നെ നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ടായിരിക്കും ബാക്കിയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ പോയത്. അപ്പം മോക്കൊക്കെ എടുക്കാൻ റെഗുലർ ആയിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു എക്സാം ടൈമില്?
എക്സാം ടൈമിൽ മോക്ക് റെഗുലർ, ഇപ്പോഴും മോക്ക് റെഗുലർ ആയിട്ട് തന്നെ എടുക്കുന്നൊക്കെ ഉണ്ട്. ബേസിക് സർക്കിൾ കഴിഞ്ഞ് എലിജിബിലിറ്റി ഫോക്കസും സർക്കിളും കഴിഞ്ഞ് എക്സ്ട്രീമും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ മെന്റർ ഇങ്ങനെ ലാബിനെ പറ്റിയൊക്കെ അറിഞ്ഞത്, മെന്ററിനോട് ചോദിച്ചറിഞ്ഞതൊക്കെ. അതിനുശേഷം പിന്നെ റെഗുലർ ആയിട്ട് ലാബിൽ കയറുന്ന, ഡെയിലി ലാബിൽ വന്ന് യൂസ് ചെയ്ത് മോക്ക് എടുക്കുകയൊക്കെ ചെയ്യും. അതെ. ഫസ്റ്റ് മോക്കിന്റെ എക്സ്പീരിയൻസ്, അതായത് എല്ലാ സ്റ്റുഡൻസും ആദ്യമായിട്ട് മോക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും, ഇപ്പം അഖില അതിനു മുന്നേ CGSL ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സെൽഫ് ഒരു മോക്കിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആദ്യമായിട്ട് ഫ്രഷ്, എന്നാലും നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു മോക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ചില ഒരു കൺഫ്യൂഷൻസ്, ഒരു വിഷമമൊക്കെ വരും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ അത്രയും, നമ്മൾ പഠിച്ചതിന്റെ അത്രയും ചിലപ്പോൾ എന്താണ് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതും ഈ പറഞ്ഞ പോലെ GK ഒന്നും അന്ന് എനിക്ക് അത്രയും സെറ്റ് ആയിട്ടില്ലായിരുന്നു. അതിന് ഞാൻ അത്ര ഫോക്കസും കൊടുത്തില്ലായിരുന്നു. മെയിൻലി മാത്സിനായിരുന്നു അന്ന് കൊടുത്തോണ്ടിരുന്നത്. അപ്പം മാത്സ് ഒക്കെ ടൈം ലിമിറ്റിനുള്ളിൽ തീർക്കണം, തീരാൻ പറ്റണില്ല, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് മോക്ക് എടുക്കുമോ അതിനൊപ്പം അനാലിസിസ് ചെയ്താണ് അത്യാവശ്യം ഒരു ലെവൽ എത്തിയത്. അപ്പൊ ഈ അനലൈസ് ചെയ്യുമ്പോൾ ഒരു മോക്ക് ചെയ്യുക, വെറുതെ മോക്ക് ചെയ്യുന്നത് മാത്രമല്ല, അനാലിസിസ് ആണ് എല്ലാത്തിന്റെയും ഒരു ബേസിക് ബാക്ക് ബോൺ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന അനാലിസിസ് ഏത് രീതിയിലായിരുന്നു ചെയ്യുന്നത്? ജസ്റ്റ് ക്വസ്റ്റ്യൻസ് അറിയാവുന്നത് ഇങ്ങനെ സ്കിപ്പ് ചെയ്യുക, പിന്നെ അറിയാത്തത് ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും എഴുതി വിടുക എന്നുള്ളതാണോ, അതോ അതിന് പ്രത്യേക ടോപ്പിക്സിന് നോട്ട് കീപ്പ് ചെയ്യും? ഓരോ വിഷയത്തിനും ഓരോ നോട്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. എല്ലാ ശരിയായ ക്വസ്റ്റ്യനും ശരിയല്ലാത്തതും എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ശരിയായതിനാണേലും ഞാൻ എടുത്ത ടൈമിനെക്കാളും കുറഞ്ഞ ടൈമിൽ ഒരാൾക്ക് ആവറേജ് ടൈം നമുക്ക് അറിയാൻ പറ്റില്ല ടെക്സ്റ്റ് ബുക്ക് ആപ്പിലൊക്കെ. അപ്പം ഞാൻ കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ അതിന് വേറെ ഓൾട്ടർനേറ്റ് രീതിയുണ്ട് എന്ന് മനസ്സിലാവും. അപ്പൊ അത് കണ്ടുപിടിച്ച് അങ്ങനെയായിരുന്നു ഫുൾ നല്ല ടൈം എടുത്ത് അനാലിസിസ് ചെയ്ത്. അതെ, ഈസി മെത്തേഡിലോട്ട് എത്തുന്ന ഒരു രീതിയിലോട്ട് മോക്ക് എടുക്കണേക്കാട്ടിലും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അനാലിസിസ് ചെയ്യുന്നത്. അതെ അതെ, അതായത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മോക്കിന് ഇമ്പോർട്ടൻസിനെക്കാളും അനാലിസിസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഗ്രോത്ത് വരുന്നത് അല്ലെ അക്കാഡമിക്കലി. അഖില, നമ്മുടെ MTS എക്സാമിന് 4 സെഷൻസ് ആണുള്ളത്. അത് 2 സെഷൻ എന്താണ് ക്വാളിഫയിങ് ആണ്. അതും അതിലേക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന പാർട്ടാണ് ഈ പറയുന്ന ക്വാളിഫയിങ്. അപ്പൊ അവിടെ നമുക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് വരുന്നത് GS ഇംഗ്ലീഷാണ്. അതിനകത്ത് ഇംഗ്ലീഷ് ഇതിലേക്ക് ആണ്, കംഫർട്ടബിൾ ആണ്. അവിടെ ഒരു ഡിമെറിറ്റ് ആയിട്ട് അതിലേക്ക് വരുന്നത് GS ആണ്. അപ്പം ആ ഒരു ഫാക്ടറാണ് ഡിസൈഡിങ് ഫാക്ടർ. അപ്പൊ അത് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ എന്താ ചെയ്തത്? GS ഞാൻ പഠിച്ചത് കൂടുതൽ യൂട്യൂബ് വീഡിയോസിൽ നിന്നൊക്കെയാണ്. കുറെ യൂട്യൂബ് ചാനലൊക്കെ നല്ല കണ്ടന്റ് കൊടുക്കുന്ന ചാനൽസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ ഫോളോ ചെയ്തു. പിന്നെ ഇവിടുത്തെ ക്ലാസ്സസ് ആണെങ്കിൽ വൈകിട്ടൊക്കെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് വിഷ്ണു സാറിന്റെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഇത് കിട്ടുന്ന ക്ലാസ് ആയിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കോണ്ടന്റ് കിട്ടുന്ന ക്ലാസ് ആയിരുന്നു. നല്ല വലിയ ക്ലാസ്, ക്ലാസ് നിറയെ ആൾക്കാരാണ്. അതുപോലെ കാരണം ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടണം. ഹിസ്റ്ററി ഒക്കെ എൻ്റെ തറോ ആയത് വിഷ്ണു സാറിന്റെ നോട്ട് വെച്ച് തന്നെയാണ്. അതെനിക്ക് രണ്ടാമത് റിവൈസ് ചെയ്യും, പക്ഷെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല അതിനുവേണ്ടി. അപ്പൊ ഹിസ്റ്ററി ഒക്കെ സെറ്റ് ആയത്, പൊളിറ്റി, അങ്ങനെ കുറെ കാര്യങ്ങൾക്കൊക്കെ ഇവിടുത്തെ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടായിരുന്നു. ജസ്റ്റ് റിവൈസ് ചെയ്യാൻ ഒരു മാത്രമേ നമുക്ക് വന്നുള്ളൂ. പിന്നെ പക്ഷെ GS എത്ര പഠിച്ചാലും തീരാത്തൊരു വിഷയമായതുകൊണ്ട് ഒബ്വിയസ്ലി യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഒരുപാട് ഞാൻ കണ്ട് അങ്ങനെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ. അതായത് മാത്സ് ഒക്കെ ഏകദേശം പോർഷൻസ് ഒക്കെ ആയി, ചാപ്റ്റേഴ്സ് ഒക്കെ അതിന് റിവിഷൻ മോഡ് ആയ സമയം തൊട്ട് GS പിന്നെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പം ഇപ്പം ഒരു MTS പോസ്റ്റ് ആണല്ലോ കിട്ടിയത്. അപ്പം ഇനി എന്തായാലും ഇതിൽ മുകളിലോട്ടുള്ള പോസ്റ്റുകൾ എന്തായാലും ഒരു എന്താണ് ഗോൾ ആയിരിക്കുമല്ലോ, മെയിൻ ആയിട്ട് ഗോൾ. അതായത് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ടാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തത്. അതിൽ നിന്ന് ചുരുങ്ങാതെ വീണ്ടും മുകളിലോട്ട് പോകാനായിരിക്കുമല്ലോ എന്തായാലും ആഗ്രഹം. അപ്പം CGL ആയിരിക്കുമല്ലോ നമ്മളുടെ ഇനി വരുന്ന ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ CGLന്റെ പ്രിപ്പറേഷൻ, ഇനിയിപ്പം നോട്ടിഫിക്കേഷൻ ഒക്കെ വരും, അപ്പം CGLന്റെ പ്രിപ്പറേഷനിൽ ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു പ്രിപ്പറേഷനിൽ എന്താ ഈ ഒരു കഴിഞ്ഞ എക്സാമിൽ നിന്ന് എന്ത് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവിടെ SSCക്ക് കോച്ചിങ്ങിന് വന്ന അന്ന് തൊട്ടേ മോക്ക് എടുക്കുന്നത് CGLന്റെ, MTSന്റെ ഒന്നും മോക്ക് എടുത്തിട്ടേ ഇല്ല. CGL എന്നൊരു ഫോക്കസ് വെച്ച് തന്നെയായിരുന്നു പഠിക്കണത്. അപ്പം ആ ഒരു കണ്ടിന്യൂഷൻ വെക്കാനാണ്. ഇനിയിപ്പം ജോലിക്ക് കയറി കഴിഞ്ഞാൽ മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ പഠിക്കാൻ എടുക്കണം. അത്രയും ടൈം കിട്ടത്തില്ല എങ്കിൽ തന്നെയും മാക്സിമം എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുത്ത് CGL ക്രാക്ക് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതെ, എന്തായാലും ഉടനെ തന്നെ നടക്കും, അത് വലിയ ഡിലേ കാണത്തില്ലായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഓരോ എക്സാം ടൈമിലും ഓരോ നമ്മുടെ പ്രിപ്പറേഷൻ ജേർണിയിലും വളരെ കുറഞ്ഞ ടൈം ആണെങ്കിൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, ആസ് ആൻ ആസ്പിരന്റ് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ
പൊതുവേ കണ്ടുവരുന്നതാണ് ഒരു എക്സ്റ്റേണൽ പ്രഷർ, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ. വളരെ കുറഞ്ഞ ടൈം ആണെങ്കിൽ കൂടിയും ആ ഒരു ടൈമിൽ ഈ പറയുന്ന സ്ട്രെസ് ഒക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത്? സ്ട്രെസ് ഉറപ്പായിട്ട് വന്നു. കാരണം ജസ്റ്റ് ഡിഗ്രി മാത്രമാണ് കഴിഞ്ഞത്, പോസ്റ്റ് ഗ്രാജുവേഷൻ PG എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഫാമിലിയിൽ നിന്നാണേലും അല്ലാണ്ട് ടീച്ചേഴ്സൊക്കെ ആണേലും അഖില ഡിഗ്രി അത്യാവശ്യം അക്കാഡമിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ അത് വെച്ച് ടീച്ചേഴ്സൊക്കെ പറയും ഡിഗ്രി മാത്രമല്ല PG എടുക്കണം. അപ്പം അങ്ങനെ ഒരുപാട് പറയുമ്പോൾ വീട്ടിൽ നിന്നും അങ്ങനെ ഒരു ഇത് വരും, ഈ ഒരു വർഷം നോക്കിയിട്ട് PG എടുക്കണേ എന്നൊരു സംഭവം വരുമായിരുന്നു. അപ്പൊ എങ്ങനെയും എനിക്ക് ഈ വർഷം എന്തെങ്കിലും ഒന്ന് കയറി കഴിഞ്ഞാൽ ആ ഒരു ഇത് വരത്തില്ലല്ലോ എന്നൊരിതുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അല്ലാണ്ട് എനിക്കിനി PG എടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ തൊട്ട് ഇപ്പൊ BEd എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ വേറൊരു ഫീൽഡിലോട്ട് പോകാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. ഇനി എടുക്കാം, ഡിസ്റ്റന്റ് ആയിട്ട് അങ്ങനെയാണെങ്കിലും എടുക്കാം. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുക ഒരു ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം അതിന് പെട്ടെന്ന് ക്രാക്ക് ചെയ്യണം എന്നൊരു സംഭവമായിരുന്നു. സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഹെൽപ്പ് ചെയ്തത് ഈ സ്ട്രെസ് ഒക്കെ. ഇവിടെ പിയർ ഗ്രൂപ്പിന്റെ കേസ് പറഞ്ഞു, ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന പ്രൊസീജിയറൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അവരൊരു വിധത്തിൽ ഹെൽപ്പ് ചെയ്ത് കാണും. അതെ അതെ, ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയ ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ്. പേരെടുത്ത് പറയാനാണെങ്കിൽ തന്നെ മേഘ, അഞ്ജലി, അങ്ങനെ പാർവതി, കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു. നമ്മൾ എപ്പോഴും ഒന്ന് ഡെസ്പായിട്ട് ഇരിക്കുമ്പോൾ ഒരു മോക്കിന് മാർക്ക് കുറയുമ്പോൾ ഒക്കെ വന്ന് അത് കുഴപ്പമില്ല, ഇതല്ല നമുക്ക് ഇത് മാത്രമല്ലല്ലോ ഇനിയും എടുക്കാം. എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം. പഠിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് വൈകിട്ടൊക്കെ GK ഇംഗ്ലീഷൊക്കെ പഠിക്കുക. അവര് തരുന്ന ഒരു സപ്പോർട്ട് അത് വേറെ ലെവല് തന്നെ ആയിരുന്നു. നമ്മളുടെ ഏജ് കാറ്റഗറിയിലുള്ളവർ പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു റിലീഫ്. അതെ. അപ്പം എന്തുവാ ഒരാൾക്ക് കിട്ടി എന്നരുതി അങ്ങനെ ഒരു സംഭവം അങ്ങനൊന്നും ഇല്ല. എപ്പോഴും നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അതെ ആയിരുന്നു. എപ്പോഴും അവരുടെ കൂടി ഇവിടെ വരുമ്പം ഒരു സ്റ്റഡി എൻവയോൺമെന്റ് കിട്ടുന്നത്, ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ് കിട്ടും. വീട്ടിൽ ഇരുന്ന് പഠിക്കണതിനെക്കാട്ടിലും കൂടുതൽ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ നല്ലൊരു ഇതായിരുന്നു. അതൊരു ഫാക്ടറാണ് നമ്മളെ ഒന്ന് ഗോളിലോട്ട് അടുപ്പിക്കാൻ വേണ്ടി ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളുടെ ഒരു എക്സ്ട്രീം ഗോൾ ഉണ്ടായിരിക്കുമല്ലോ. അഖിലയുടെ ഒരു എക്സ്ട്രീം ഗോളിലോട്ട് എത്താൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അല്ലെങ്കിൽ നേരത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടെ നേരത്തെ എൻ്റെ ഗോള് ഇനി ഞാൻ വിചാരിക്കുന്നത് ഇതല്ല നമ്മുടെ അൾട്ടിമേറ്റ് ഗോള്, ഇനി വരാനിരിക്കുന്നതാണ് ഗോൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഗോളിലോട്ട് എത്താൻ ഈ പറയുന്ന ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നവരുടെ എങ്ങനെ ഹെൽപ്ഫുൾ ആകും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കാണെങ്കിൽ നമ്മൾ എത്ര പഠിച്ചു എന്നതിലുപരി ആ എക്സാമിൽ 1 hour, നമ്മുടെ പ്രിലിംസ് ആണെങ്കിൽ ആ ഒരു 1 hour നമ്മൾ എങ്ങനെ നിൽക്കണോ ആ ഒരു എക്സാം എൻവയോൺമെന്റ് അത് നമ്മളെ നന്നായിട്ട് അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു. CHSL എക്സാമിനൊക്കെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എനിക്ക് ക്വാണ്ടൊക്കെ വന്നപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എനിക്ക് അത് ശരിയായില്ല എന്ന് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് നല്ല സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. അപ്പം ഇനിയിപ്പോ ഒരു ജോലി ഉണ്ട്, അധികം സ്ട്രെസ് കൊടുക്കാണ്ട് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതി തന്നെ എഴുതി ക്രാക്ക് ചെയ്യണം എന്നാണ് ഇപ്പോൾ മോട്ടീവായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ ഒരു ബാക്കപ്പ് പ്ലാൻ എന്തായാലും ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ മാക്സിമം കൊടുത്ത് തന്നെ വേറെ കാര്യം ഒന്നും ചിന്തിക്കാണ്ട് ഇതിനു വേണ്ടി അങ്ങ് പഠിക്കുക. അതെ, നല്ലൊരു ഓപ്ഷനാണ്. എക്സാമിന്റെ റിസൾട്ട് വന്ന ദിവസം ഓർമ്മയുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. എക്സാമിന്റെ റിസൾട്ട് വന്ന മാർച്ച് 12-നായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമായിരുന്നു. അന്നപ്പോ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ആറ്റുകാൽ അമ്പലത്തിലൊക്കെ കാണാനൊക്കെ പോയി തിരിച്ചു വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഇതുപോലെ മേഘ, എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാ, പുള്ളിക്കാരി വിളിച്ചിട്ട് എന്നെ വിളിച്ച് അച്ഛൻ്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അവളാണ് എൻ്റെ റിസൾട്ട് കണ്ടത്. സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അപ്പൊ അമ്മ അച്ഛനെയൊക്കെ വിളിച്ച് പറഞ്ഞു. അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നി. കാരണം ഞാൻ MTS ഒരു മോക്ക് കൂടി എടുത്തില്ലായിരുന്നു. അങ്ങനെ MTS അത്ര ഞാൻ CGL എന്നുള്ള രീതി നിൽക്കുന്നതുകൊണ്ട് MTS അത്ര ഫോക്കസ് കൊടുത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട് വന്ന് വിളിച്ചപ്പോൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. CGL കിട്ടാൻ ഞാൻ ഭയങ്കര ഡെസ്പായിട്ട് ഇരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. കാരണം ഇനിയും ഞാൻ ഒരു വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. 1 മാർക്ക് വ്യത്യാസത്തിലായിരുന്നു പ്രിലിംസ് ക്ലിയർ ആവാഞ്ഞത്. അപ്പൊ അതിന്റെയൊക്കെ വിഷമത്തിൽ ഇരുന്നപ്പം ഇങ്ങനെ ഒരു റിസൾട്ട് അറിഞ്ഞ ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും ഒരു ഗോഡ് ബ്ലെസ്സിങ് പോലെ ഒരു തോന്നിയ ഫീലിംഗ് ആയിരുന്നു. വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി. അതെ, ഒരു ബ്ലെസ്സിങ് ആയിരുന്നു ഹോൾ ജേർണി എന്ന് പറയുന്നത്. അല്ലെ, വളരെ ചെറിയൊരു അത് നമുക്കൊരു കോൺഫിഡൻസൂടെ അപ്കമിങ് വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു കോൺഫിഡൻസൂടെ ആയി അല്ലെ. അപ്പൊ ഓവറോൾ ജേർണിയില് നമുക്ക് എന്ത് അഡ്വൈസ് ആണ് ഇനി വരുന്ന ബിഗിനേഴ്സിന് കൊടുക്കാനുള്ളത്? പറയാനുള്ളത്, എനിക്ക് നമ്മളെന്നും ഡെയിലി വരിക, കൺസിസ്റ്റന്റ് ആയിരിക്കുക. ലൈക്ക് നമുക്ക് ഈ ഒരു ഗോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളിത് ക്രാക്ക് ചെയ്യും എന്നുള്ള ഡിറ്റർമിനേഷനിൽ നിൽക്കുക.
കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റില്ല, ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടണം, സെക്കൻഡ് അറ്റംപ്റ്റ് കിട്ടണം എന്നൊന്നും ഇല്ല. നമുക്കത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഗോൾ ഉണ്ട്, ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കുക, എഫേർട്ട് ഇടുക, മാക്സിമം എഫേർട്ട് ഇടുക, നമ്മുടെ ഫുൾ മാക്സിമം എഫേർട്ട് കൊടുക്കുക എന്നുള്ളത് അതല്ലേ. അപ്പം സ്വന്തമായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അതിനൊരു റിസൾട്ട് എന്തായാലും കിട്ടും. ആ ഒരു പെർസിവറൻസും ഒരു കൺസിസ്റ്റൻസി, കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. എനിക്ക് ആ സമയത്ത് അന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി. അതെ, ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. ഓക്കെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം പറഞ്ഞല്ലോ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട്, ഇനിയാണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് നേടണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു ജേർണിയിൽ, ഒരു ചെറിയ ജേർണി ആണെങ്കിൽ കൂടി ഈ ഒരു ജേർണിയിൽ ആരൊക്കെയാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, അവർക്കൊക്കെ ഒരു താങ്ക്സ് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതെ, ഏറ്റവും ആദ്യം താങ്ക്സ് പറയേണ്ടത് താങ്ക്സ് പറയണത് എൻ്റെ പേരൻസിനോട് തന്നെയാണ്. അമ്മയ്ക്കും അച്ഛനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ഇത് പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴേ അവർ എൻ്റെ ഇഷ്ടത്തിന് പഠിക്കാൻ വിട്ടു. യാതൊരു വലിയ പ്രഷറൊന്നും തരാണ്ട് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്ത പേരൻസിന്, എൻ്റെ ഇവിടെ വന്നിട്ടുള്ള ഫ്രണ്ട്സിന്, മെൻറ്റേഴ്സ്, കാർത്തിക് സാറൊക്കെ ആയിരുന്നു എൻ്റെ മെൻറ്റർ, നല്ല സപ്പോർട്ടായിരുന്നു. സജിത് സാറ്, വിഷ്ണു സാറ്, അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിലും, പിന്നെ ലാബ് ഫെസിലിറ്റി ഇവിടുന്ന് നന്നായിട്ട് ഞാൻ യൂസ് ചെയ്ത ലാബ് ഫെസിലിറ്റി, അതിന് റന്തറീസ് അക്കാഡമിയോടും പിന്നെ സർവാധികം ഈശ്വരനോടും പറഞ്ഞ പോലെ ഭയങ്കര കടപ്പെട്ടിരിക്കണം. അതെ, ആ ഒരു ഹോൾ ജേർണിയിൽ ഇവരെല്ലാവരുടെയും ഒരു ഹെൽപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഇത് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് അല്ലേ. അപ്പം എല്ലാം കൊണ്ടും ഒരു നല്ല ഒരു ജേർണി ആയിരുന്നു അല്ലേ MTS കിട്ടിയതല്ലേ അല്ലെ. ഇനിയിപ്പം CGL മാത്രമാണ് നമ്മുടെ എയിം. അപ്പൊ അതെന്തായാലും ഉറപ്പായിട്ടും നെക്സ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടും. അതിനുള്ള ഒരു ഇത് കാലിബർ ആൾക്ക് ഉണ്ട്. സോ മാക്സിമം എഫേർട്ട് ഇടുക. അതുപോലെ തന്നെ ഇനി വരുന്ന നമ്മളുടെ 10th അച്ചീവേഴ്സ് മീറ്റ് ഉണ്ട്. അപ്പം അറിയായിരിക്കുമല്ലോ, ഓൾറെഡി സ്റ്റുഡൻ്റ് ആയിരുന്നു. അവിടുത്തെ അച്ചീവേഴ്സ്, പഴയ അച്ചീവേഴ്സിന് അംഗീകരിക്കുക അല്ലെങ്കിൽ അവരെ ആദരിക്കുക എന്നുള്ളൊരു ഇതാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പൊ പണ്ട് നമ്മളും സ്റ്റുഡൻസ്, ആസ്പിരൻസ് ആയിരിക്കുന്ന സമയത്ത് നമ്മളും അത് കണ്ടിട്ട് ആ ഒരു വേദിയിൽ വരണം എന്ന് നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്തു. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും അതിനകത്ത് ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ സാധിക്കും അല്ലേ, പാരന്റ്സിനും ഫാമിലിയുമായിട്ട്. അപ്പം നമ്മുടെ വരാന്ത റേസിന്റെ പേരിൽ ഈ പറയുന്ന അച്ചീവേഴ്സ് മീറ്റിംഗ് ഫാമിലി ആയിട്ട് അഖില എന്തായാലും വരണം. ഒരു ഫോർമലി നമ്മൾ വരാന്ത റേസിന്റെ പേരിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അഖിലയുടെ സക്സസ് സ്റ്റോറി നമ്മൾ കേട്ടല്ലോ. അപ്പം ഇനിയും ഇതുപോലുള്ള ഒത്തിരി സക്സസ് സ്റ്റോറിയുമായിട്ട് നമ്മൾ ഇനിയും വീണ്ടും കാണുന്നതാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറിയും നിങ്ങൾ കൂടെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.